Theory of vibrations for degree classes. Some problems related with loaded spring. ഒരു മാസ് സ്പ്രിങ്ങിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ സ്പ്രിങ്ങിൻ്റെ മാസ് നെഗ്ലക്റ്റ് ചെയ്താൽ ഇതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻസ് T equals 2π√m/k, where k is the stiffness of the spring or spring constant. എന്നാൽ സ്പ്രിങ്ങിൻ്റെ മാസ് നെഗ്ലിജിബിൾ അല്ല എങ്കിൽ പീരീഡിനുള്ള ഫോർമുല എങ്ങനെ വരുമെന്നാകാണ്ട് ഇവിടെ ഇപ്പോൾ ക്യാപിറ്റൽ എം സസ്പെൻഡഡ് മാസ് അല്ലെ ലംഡ് മാസ് എന്ന് പറയും. LUMPED, lumped mass. Small m, mass of the spring. L, unstretched length of the spring. K, stiffness of the spring. V, maximum velocity of the suspended mass. എന്ന് പറയുമ്പോൾ ഇത് മീൻ പൊസിഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ആണ് വെലോസിറ്റി മാക്സിമം ആകുക. ആ വെലോസിറ്റി ഈ ലോഡിൻ്റെ വെലോസിറ്റി, സസ്പെൻഡഡ് മാസിൻ്റെ മാക്സിമം വെലോസിറ്റിയാണ് V. എങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി സസ്പെൻഡഡ് മാസ് T1 equals 12 mv². ഇനി ഈ സ്പ്രിങ്ങിനിവിടെ മാസുണ്ട്, നെഗ്ലിജിബിൾ അല്ല. അപ്പോൾ അതിനും കൈനറ്റിക് എനർജി ഉണ്ടാവും. അതൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്തൊരു എലമെൻ്റ് എടുക്കുന്നു. dy ലെങ്ത് ഉള്ള ഒരു എലമെൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ദി ഫിക്സഡ് സപ്പോർട്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി എലമെൻറ്റ് dy ഓഫ് ദി സ്പ്രിങ് നോക്കി, L ഡിസ്റ്റൻസിൽ ഈ സപ്പോർട്ടിൽ നിന്ന് L അകലത്തിൽ ആ സസ്പെൻഡഡ് മാസ് വരുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് V. അപ്പോൾ L അകലത്തിൽ വെലോസിറ്റി V, Lന് V എങ്കിൽ Y അകലത്തിലെ വെലോസിറ്റി V' equals V/L into Y. സിമ്പിൾ അരിത്മെറ്റിക് കാൽക്കുലേഷൻ. L അകലത്തിൽ Lന് V എങ്കിൽ Yക്ക് എത്രയാണ്? ഇനി മാസ് ഓഫ് ദി എലമെൻറ്റ്, ഇതിൻ്റെ ടോട്ടൽ മാസ് M, സ്മോൾ m എങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, പെർ യൂണിറ്റ് മീൻസ് ഡിവൈഡഡ് ബൈ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ M/L എങ്കിൽ dy ലെങ്തിൻ്റെ മാസ് M/L ഇൻറ്റു dy. അപ്പം mass of the element dm equals m/l into dy. Therefore, kinetic energy of the element half dm into v'². So, kinetic energy of the whole spring T2 equals half integral 0 to L. Y എവിടുത്തെ വേരിയബിൾ അത് 0 to L of half dm v'². dm ഉം v' അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to L ഓഫ് ഹാഫ് dm ഈസ് m/L ഇൻറ്റു dy ഇൻറ്റു v' ഈസ് v/L ഇൻറ്റു y. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ v² y²/L². ഇവിടെ ഹാഫ് mv²/L³ ഇൻ്റഗ്രേഷന് വെളിയിലെടുക്കാം, കോൺസ്റ്റൻസാണ്. അപ്പോൾ T2 ഈക്വൽസ് half mv²/L³ into integral 0 to L of y² dy. y² dy integral is y³/3. ലിമിറ്റ്സ് ഇടുമ്പോൾ L³/3 എന്ന് വരും. അതിൽ ഈ L³ ഈ ആഴത്തെ L³ കൂടെ ക്യാൻസൽ ചെയ്യുമ്പോയിട്ട് half mv² into 1/3 എന്ന് വരും. So total kinetic energy of the vibrating system T equals T1 plus T2. That is, T1 is half mv², suspended mass in the kinetic energy, plus spring in the kinetic energy, half mv² into 1/3. That is, half into m plus m/3 into v². ചുരുക്കത്തിൽ സ്പ്രിങ്ങിന് മാസ് ഉണ്ടെങ്കിൽ
അല്ല മാസ് നെഗ്ലിജിബിൾ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഓഫ് ദി ഫൈനൈറ്റ് മാസ് ഓഫ് ദി സ്പ്രിങ് ഈസ് ടു ഇൻക്രീസ് ദി സസ്പെൻഡഡ് മാസ്. എമ്മിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ M/3 വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻക്രീസ് ദി സസ്പെൻഡഡ് മാസ് ബൈ 1/3 ഓഫ് മാസ് ഓഫ് ദി സ്പ്രിങ്. ആ സ്പ്രിങ്ങിൻ്റെ ടോട്ടൽ മാസിൻ്റെ 1/3 കൂടെ സസ്പെൻഡഡ് മാസ് കൂടുന്നതായിട്ടാണ് ഫലത്തിൽ നമുക്ക് കിട്ടുക. എങ്കിൽ പീരീഡ് ഓഫ് ഓസിലേഷൻ T ഈക്വൽസ്, ഇത് പീരീഡ് കൈനറ്റിക് എനർജി, ഇവിടെ പീരീഡ് T ഈക്വൽസ് 2π√ ഓഫ് മാസ് ബൈ സ്പ്രിങ് കോൺസ്റ്റൻ്റ്. ദറ്റ് ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് ഇവിടെ മാസിൻ്റെ സ്ഥാനത്ത് M+M/3/K. ഇതാണ് ഇതിൻ്റെ ആൻസർ. അനദർ വൺ, രണ്ട് സ്പ്രിങ് ഇങ്ങനെ സീരീസിൽ കൊടുത്തിരിക്കുക, അതിലൊരു ബ്ലോക്ക് കണക്ട് ചെയ്തിരിക്കുന്നു M. ഇതിങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുന്നു. ഇത് K1, ദിസ് ഈസ് K2. ഇത് K2, ഇതിൻ്റെ സ്റ്റിഫ്നെസ് K1, ഇതിൻ്റെ സ്റ്റിഫ്നെസ് K2. ഇത് ഇങ്ങോട്ട് സസ്പെൻഡ് സ്ട്രെച്ച് ചെയ്യുന്നു വിത്ത് എ ഫോഴ്സ് F. അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്ത സ്റ്റിഫ്നെസ് ആയതുകൊണ്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അളവിലായിരിക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ X1 എന്നിരിക്കട്ടെ, ഇതിൻ്റെ എക്സ്റ്റൻഷൻ X2 എന്നിരിക്കട്ടെ. എങ്കിൽ X1 ഈക്വൽ സ്പ്രിങ്ങിൻ്റെ ഹുക്സിലോ അനുസരിച്ച് F ഈക്വൽസ് KX എന്നാണ്. സോ X ഈക്വൽസ് F/K. X1 ഈക്വൽസ് F/K1, X2 ഈക്വൽസ് ഇതിൻ്റെ F/K2. ഈ X1 X2 ഒരേ ഡയറക്ഷനില്ല, രണ്ടും ഇങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ആവുന്നത്. സോ ടോട്ടൽ എക്സ്റ്റൻഷൻ X ഈക്വൽസ് X1 പ്ലസ് X2, ദറ്റ് ഈസ് F/K1 പ്ലസ് F/K2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ X ഈക്വൽസ് K1 പ്ലസ് K2 ഇൻറ്റു F/K1 K2, ഫ്രം വിച്ച് F ഈക്വൽസ് ഈ അപ്ലൈഡ് ഫോഴ്സ് F ഇങ്ങോട്ടാണെങ്കിൽ ഈ രണ്ട് സ്പ്രിങ്ങിനകത്ത് ഇതിന് റെസ്റ്റോറിങ് ഫോഴ്സായിട്ട് ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിങ്ങിനകത്ത് ഈ F ഈസ് കൺസിഡേർഡ് ആസ് ദി റെസ്റ്റോറിങ് ഫോഴ്സ്, വി വിൽ പുട്ട് എ മൈനസ് സൈൻ, കാരണം X ഇങ്ങോട്ടാണ് റെസ്റ്റോറിങ് ഫോഴ്സ് ഓപ്പോസിറ്റാണ്. അപ്പോൾ then F ഈക്വൽസ് മൈനസ് K1 K2 ബൈ K1 പ്ലസ് K2 ഇൻറ്റു X. എഫിൻ്റെ സ്ഥാനത്ത് മാസ് ന്യൂട്ടൺസിലും അനുസരിച്ച് മാസ് ഇൻറ്റു ആക്സലറേഷൻ m/d²x/dt², ഇവിടെ സ്ക്വയർ ഉണ്ട്, ഈക്വൽസ് ദിസ് മച്ച് ഓഫ് ഫ്രം വിച്ച് d²x/dt² ഈക്വൽസ് മൈനസ് 1/m ഇൻറ്റു K1 K2 ബൈ K1 പ്ലസ് K2 ഇൻറ്റു X. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ω²X, where ω² is 1/m into K1 K2 by K1 plus K2, from which period T equals, with omega എടുത്ത square root of this, എങ്കിൽ period is 2π by omega എന്ന് പറയുമ്പോൾ 2π into root of m by K1 K2 by K1 plus K2, or 2π into root of m into K1 plus K2 by K1 K2. This is the period of this system. ഇതുപോലെ ഒരു മാസം രണ്ട് സ്പ്രിങ്ങിൻ്റെയും കോമൺ ആയിട്ടൊരു സ്പ്രിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ കേസിൽ പീരീഡ് എത്ര വരും? ഈ മാസം ഇപ്പോൾ റൈറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കട്ടെ, റൈറ്റിലോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് X1 കണ്ട് എക്സ്റ്റെൻഡഡ് ആകും, ഇത് X2 കണ്ട് കംപ്രസ്ഡ് ആകും. അപ്പോൾ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന F1 റെസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ട്, ഇതിലെ റെസ്റ്റോറിങ് ഫോഴ്സും ഇങ്ങോട്ട്. എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് സ്പ്രിങ്ങിൻ്റെ എക്സ്റ്റൻഷനായാലും കംപ്രഷനായാലും അതിന് ഓപ്പോസിറ്റായിട്ടേ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഓൺ ദി റെസ്റ്റോറിങ് ഫോഴ്സ് ഓർ M, F ഈക്വൽസ് F1 പ്ലസ് F2. F1 F2 ഒരേ ഡയറക്ഷനിലാണ്. ദറ്റ് ഈസ് F1 ഈസ് മൈനസ് K1 X1, ഇത് X1 അതിന് ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ മൈനസ് K1 X1 മൈനസ് F2 ഈസ് K2 X2. പക്ഷേ X1 X2 ഈക്വലായേ പറ്റൂ. ഇതെത്ര ഇങ്ങോട്ട് എക്സ്റ്റെൻഡഡ് ആവുന്നു അത്രയും കണ്ട് ഇത് കംപ്രസ്ഡ് ആവണം. അപ്പോൾ ബട്ട് X1 ഈക്വൽസ് X2 ഈക്വൽസ് X എന്നിരിക്കട്ടെ. ദെൻ F ഈക്വൽസ് മൈനസ് ഓഫ് K1 പ്ലസ് K2 ഇൻറ്റു X. ഇത് സിംപ്ലിഫൈ ചെയ്ത് ബാക്കി നിങ്ങൾക്ക് ചെയ്യാം. ഇവിടുന്ന് T ഈക്വൽസ് 2π√ m by K1 plus K2 എന്ന് വരും. താങ്ക് യു.